കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആഷിത ഇഷ്ടതയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആഷിത ചോദിച്ചു, മഹേഷുമായിട്ടുള്ള യുദ്ധമൊക്കെ അവസാനിച്ചോന്ന് ചോദിക്കണം. അതങ്ങനെ പെട്ടെന്നൊന്നും അവസാനിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. അല്ല, അയാളുള്ള ശത്രുത തീർന്നില്ലേന്ന് ചോദിക്കാം. എങ്ങനെ തീരാനാ? ആ വിധമല്ല അയാള് എന്നോടും എന്റെ അച്ഛനോടും ഒക്കെ പെരുമാറിയത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും അതങ്ങോട്ട് മാറത്തില്ല ചേച്ചി എന്ന് പറയണ. അതെ, ഞാൻ കുറച്ച് തിരക്കില്ല, ഞാൻ പിന്നീട് വിളിക്കാന്ന് ഇഷിത പറയണ. ശരിയെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. അപ്പോഴാണ് ആഷിതയുടെ അടുത്തേക്ക് അമ്മായിമ്മ അങ്ങോട്ട് വരുതേ. അമ്മായിമ്മ ഒന്നിരിച്ചു, നീ ആരെ വിളിച്ചെന്ന് ചോദിക്കാം. ഞാൻ ഇഷുവിനെ വിളിച്ച. ഓ, അവളെന്താ പറഞ്ഞേ? ഈ കുടുംബം രണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും ക്ലാസ് എടുത്ത് തന്നല്ലേന്ന് ചോദിക്കുക. ഏയ്, അവൾ അങ്ങനത്തെ ഒരു പെൺകുട്ടിയൊന്നും അല്ലെന്ന് പറയും. പിന്നെ അല്ല പോലും, എന്റെ മാധവനെ ചതിച്ച. അത് മാത്രല്ല, ഇപ്പോഴാണ്ടെ വേറെ ഏതോ ഒരുത്തന്റെ പുറകെ പോയിട്ടുണ്ടല്ലോ. ഏതോ ഒരുത്തനുമായിട്ട് കല്യാണം ഉറപ്പിച്ചതോ മറ്റോ. എന്നെയാണെങ്കിലും ഉറപ്പിന് പോലും വിളിച്ചില്ല. അതെന്തുകൊണ്ടാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാണ്. അല്ല, എന്താ അവന്റെ പേര്? കെട്ടാന്ന് പറഞ്ഞ് വന്നവന്റെ. ഇത് കേട്ടതും ആഷി പറഞ്ഞു, ഓ അതാണോ വിശ്വജിത്ത് എന്ന് പറയാ. ആഹാ, അവൻ തന്നെ. അവന് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും അവൻ വന്നേ. എന്നാലും അവനുമായിട്ടുള്ള കല്യാണമൊന്നും നടക്കാൻ പോകുന്നൊന്നും ഇല്ലെന്ന് പറയണം. അപ്പോഴേക്കും മഹേശ്വർ വന്നു. എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അതെ, ഇവളോട് ഞാൻ പറയുമായിരുന്നു, ഇവളുടെ വീട്ടിൽ നിന്ന് വിഷയത്തെ വിളിച്ചിരിക്കുന്നു. എന്നെ കൂട്ടാതെ കല്യാണം അങ്ങോട്ട് ഉറപ്പിക്കാനൊക്കെ എല്ലാരും കൂടെ അങ്ങോട്ട് പോയതല്ലേ. എന്നിട്ട് എന്തായി? ഇപ്പൊ കല്യാണക്കാരും എന്തായെന്ന് ചോദിക്കാം. ഇത് കേട്ടതും മഹേശ്വർ പറഞ്ഞു, അത് നടക്കുമെന്ന് പറയണം. അല്ലടാ, നീയാണോ പറഞ്ഞത് എന്നെ ഉറപ്പിന് വിളിക്കണ്ടെന്ന്? ഏയ്, ഞാൻ അങ്ങനെ പറയുമെന്ന് ചോദിക്കാം. പിന്നെ ആരാ? ഇവളായിരിക്കും അല്ലേ? ഏയ്, അവളങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ലമ്മേന്ന് പറയണ. അത് പിന്നെ എപ്പോഴും എന്ത് പറഞ്ഞാലും നീ ഇവളുടെ ഭാഗത്തല്ലേ നിൽക്കുള്ളൂന്ന് ചോദിക്കാം. ഏയ്, അങ്ങനെയൊന്നുമല്ല, എന്നെ വിളിക്കേണ്ടതല്ലായിരുന്നോ ആ ഉറപ്പീന്ന് ചോദിക്കും. അതേമ്മേ, അമ്മേനെ വിളിക്കണമായിരുന്നു. എന്നിട്ടോ? അതെന്താന്ന് അറിയില്ല എന്ന് പറയണ. പിന്നെ എന്ത് പറഞ്ഞാലും മഹേശ്വരന് അതേമ്മേ അതേമ്മേ എന്ന് അമ്മ പറയുന്ന സത്യം എന്നല്ലേ പറയാനായിട്ട് സമയമുള്ളൂ. പിന്നീട് ദേഷ്യപ്പെട്ട് അവരും കൂടെ കയറി പോവാണ്. ഈ സമയം ആഷത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയും കൂടെ ഒന്ന് മഹേഷിന്റെ കാര്യം ഓർത്തിട്ട്. അപ്പോഴാണ് സൂര്യമോഹൻ അങ്ങോട്ട് വരുന്നത്. സൂര്യമോഹൻ വന്നിട്ട് പറഞ്ഞു, അതെ അമ്മേ, ഭയങ്കരമായിട്ട് ബോറടിക്കുമെന്ന് പറഞ്ഞ. എന്തിന്? അമ്മ ഇവിടെ ഇരുന്ന് ഭയങ്കര ബോറടിക്കുന്നു. ആ കൊള്ളാം, നീയേ പഠിച്ചു പഠിച്ച് ബോറടിച്ചല്ല, ചിലപ്പോൾ കളിച്ച് കളിച്ച് ബോറടിച്ചായിരിക്കും എന്ന് പറയണം. അമ്മേ, അമ്മ എനിക്കൊരു കാര്യം ചെയ്തു തരുമോ? എന്ത്? 4-5 ദിവസത്തെ ലീവ് ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് എന്റെ മാഷപ്പൂപ്പന്റെ അടുത്തേക്ക് എന്നെ വിടുവോന്ന് ചോദിക്കുകയാണ്. ആ കൊള്ളാം, നല്ല കഥയായി. ഇപ്പോഴാണെങ്കിലേ അതെ നിന്റെ അച്ഛമ്മ ഒരു അംഗം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയതുള്ളൂ. ഇപ്പൊ തന്നെ ചോദിക്ക, ഇപ്പൊ തന്നെ നിന്നെ മാഷപ്പൂപ്പന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. എന്തിനാ എന്റെ മോനെ വെറുതെ വേണ്ടാത്ത വിചാരങ്ങളൊക്കെ മനസ്സിൽ കയറ്റുന്നതെന്ന് പറയണം. ഒരു കാര്യം ചെയ്യ, നീ തന്നെ ചെന്ന് നിന്റെ അച്ഛമ്മയോട് ചോദിച്ച് അനുമതി മേടിക്കുക, എന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കല്ലെന്ന് പറയണം. ഇത് കേട്ടതും സൂർജൻ പറഞ്ഞു, ഞാൻ പോയി അനുമതി മേടിച്ചാലോ? അനുമതി മേടിച്ചാൽ നീ പോയിക്കോളാൻ പറയണം. അമ്മ ഒന്ന് ചോദിക്കാൻ പറയണം. പിന്നെ ഞാൻ ചോദിച്ചിട്ട് വേണം അടുത്ത ഭൂകമ്പം ഇവിടെ ഉണ്ടാകാനായിട്ട്. ഞാൻ ചോദിക്കാനൊന്നും പോകുന്നില്ല, നീ തന്നെ ചെന്ന് ചോദിച്ചാൽ മതി എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ബുദ്ധി പ്രയോഗിച്ചാലോ? നിനക്ക് നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ നീ പോയി ചോദിക്കുക. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കാൻ നിനക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന്. നിനക്ക് എൻ്റെ ബുദ്ധിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അമ്മയുടെ ബുദ്ധി, എനിക്ക് അമ്മയുടെ ബുദ്ധിയൊന്നും വേണ്ടാന്ന് പറയണം. എനിക്ക് എൻ്റെ ബുദ്ധി മതി എന്ന് പറയണം. എന്നാൽ ശരി, നീ എങ്ങനെയാന്ന് വെച്ചാൽ പോയി നിന്റെ അച്ഛമ്മേനെ സമ്മതിപ്പിക്കുക. അങ്ങനെ സമ്മതിപ്പിക്കുകയാണെങ്കിൽ നീ മിടുക്കനാന്ന് ഞാൻ പറയാം എന്ന് പറയണം. ആണോ? ഉറപ്പിച്ചോ? ഉറപ്പിച്ചെന്ന് പറയണം. അന്നാ എന്ന് കണ്ടിട്ട് തന്നെ കാര്യം. സൂര്യമാൻ അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. അപ്പോഴാണ് സൂര്യജന അച്ഛമ്മ അങ്ങോട്ട് വന്നേ. അതെ, എന്താ രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരമാണല്ലോന്ന് പറയും. അതെ അച്ഛമ്മേ, ഈ അമ്മ പറയണേ അച്ഛമ്മ ഭയങ്കരയാന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, എന്റെ അച്ഛമ്മ പാവ, എന്തൊരു സൗന്ദര്യം, നല്ല ക്യൂട്ടാ, നല്ല ഫിലിം ആക്ട്രസിനെ പോലെയൊക്കെ ഇരിക്കണേന്ന്. ആണോ? അങ്ങനെ പറഞ്ഞു മോനെ. പിന്നെ അല്ലാതെ ഈ അമ്മേനെ കാണാൻ ഒന്നിനും കൊള്ളത്തില്ലാന്നേ. പക്ഷെ അച്ഛമ്മേനെ കാണാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അച്ഛമ്മ ഇപ്പോഴും സുന്ദരിയാ. അച്ഛമ്മയ്ക്ക് എന്ത് നല്ല ബുദ്ധിയാ. അച്ഛമ്മേനെ കണ്ടാൽ തന്നെ എന്തൊരു ഐശ്വര്യാന്നറിയാവോ? അതെ, ഇവൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ. പക്ഷെ മോൻ അത് മനസ്സിലായല്ലോ എന്ന് പറയാം. ദേ, ഞാന് എന്റെ അമ്മയോട് പറഞ്ഞു, എന്റെ അച്ഛമ്മ ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛമ്മ അനുസരിക്കുമെന്ന്. എനിക്ക് എന്ത് വെള്ളം വാങ്ങിത്തരും. പക്ഷെ അമ്മ പറയാ അതൊക്കെ വെറുതെ പറയുന്ന, അങ്ങനെയൊന്നും അച്ഛമ്മ ചെയ്യത്തില്ലാന്ന്, എന്നോട് ഇഷ്ടമൊന്നും ഇല്ലാന്ന്. ഞാൻ പറഞ്ഞു, എന്റെ അച്ഛനേക്കാളും അമ്മേനേക്കാളും ഇഷ്ടം ഇതേ അച്ഛമ്മയ്ക്ക് എന്നോടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാനായിട്ട് എന്റെ അമ്മ കൂട്ടാക്കുന്നില്ല. ശരിയല്ലേ അച്ഛമ്മേ? അച്ഛമ്മയ്ക്ക് എന്നോടല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുക. അതെ, ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ അച്ഛമ്മ അനുസരിക്കില്ലെന്ന് ചോദിക്കും. പിന്നെ അല്ലാതെ, കാരണം ഇത്ര സമയം അച്ഛമ്മേനെ മോൻ ഒന്ന് പൊക്കി വിട്ടല്ലോ, എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ സൂര്യജീവൻ പറഞ്ഞു, അന്നൊരു ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടേന്ന് ചോദിക്കും. എന്ത്? ഞാൻ കാര്യം ആവശ്യപ്പെട്ട അത് അച്ഛമ്മേനെ നാണം കെടുത്തോ? ഇല്ല പറഞ്ഞോ? അതെ,
3-4 ദിവസം ലീവുണ്ട്, ഞാൻ മാഷപ്പൂപ്പന്റെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഒന്നും ഞെട്ടി അവര്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇത്ര സമയം എല്ലാം സമ്മതിച്ചല്ലേ, പോരാത്തന്നെ ആവശ്യത നോക്കി നിൽക്കുകയും കൂടി ചെയ്യാം. ശരി, മോൻ പോയിട്ട് വരാൻ പറയണം. അത് പറഞ്ഞിട്ട് അവരും കൂടി കയറിപ്പോയി കഴിഞ്ഞപ്പം സോജിമാൻ ആഷിതനെ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എങ്ങനെയുണ്ടപ്പം, കണ്ടില്ലേ എന്റെ ബുദ്ധി എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയണം. പിന്നീട് ചിപ്പിമോളും ചക്കിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഓട്ടോക്കാരൻ ചേട്ടൻ പറഞ്ഞു, ചിപ്പിമോളോട് പറഞ്ഞു, അതെ രണ്ടുപേരും കൂടെ എന്നെ കുഴപ്പിക്കല്ലെന്ന് പറയണം. അപ്പൊ ചക്കി പറഞ്ഞു, ഇല്ല ഏട്ടാ, അത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കണം, എന്റെ സ്കൂളിൽ നിന്ന് നിങ്ങൾ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പേര് കേസൊന്നും വന്നേക്കല്ലെന്ന് പറയണം. അങ്ങനെ ഒന്നും വരത്തില്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഹോസ്പിറ്റലിനകത്തേക്ക് കയറി പോവാ. അങ്ങനെ ചെന്നപ്പോൾ ഒരു നേഴ്സ് അങ്ങോട്ട് വന്നു. അല്ല, ഈ ഇഷിതാന്റി എവിടെയാന്ന് ചോദിക്കണം. ഇഷിതാന്റി അതാരാ? പെട്ടെന്ന് ചിപ്പി പറഞ്ഞു, ഡോക്ടർ ഇഷിത. ഓ അതാണോ? അതെ, ഇങ്ങോട്ട് നേരെ പോയി റൈറ്റിൽ ചെല്ലുന്ന ആദ്യത്തെ ക്യാബിനാന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ ഇഷിതയുടെ ക്യാബിൽ ലക്ഷ്യമാക്കി നടക്കുവാണ്. അവിടെ ചെന്നപ്പം ചിപ്പി പറഞ്ഞു, ഇതാന്നാ തോന്നിയെന്ന് പറയണം. അങ്ങനെ അവിടെ പോയി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പത്തേനുമാണ് റൗണ്ട്സ് കഴിഞ്ഞ് ഇഷിത അങ്ങോട്ട് വരുന്നത്. ഇവരെ കണ്ടത്, ആഹാ രണ്ടുപേരും ഉണ്ടല്ലോ. ഓടി വന്ന് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുകയാണ്. എന്ത് പറ്റി രണ്ടുപേരും കൂടെ വാന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അയാൾ കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞ് ചോദിച്ചു, അല്ല രണ്ടുപേരും കൂടെ ആരോടും പറയാതെയാണോ വന്നേന്ന് ചോദിക്കും. അതെ, എങ്ങനെയാ വന്നേ? അതെ, എന്നെ അറിയാവുന്ന ഒരു ഓട്ടോക്കാരൻ ചേട്ടനുണ്ടായിരുന്നു, ആ ചേട്ടൻ്റെ ഓട്ടോയിലാ വന്നേന്ന് ചക്കിമോള് പറയാം. പെട്ടെന്ന് തന്നെ ഇഷിത പറഞ്ഞു, അയ്യോ ഇനി ഇങ്ങനെയൊന്നും വന്നേക്കല്ലോ കേട്ടോ, പിള്ളേരെയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്ന കാലം, ഇങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ സ്കൂളിൽ ആരോടും പറയാതെയാണോ പോന്നേ? അതെ, ആരോടും പറഞ്ഞില്ല എന്ന് പറയാം. അങ്ങനെ ചെയ്യുന്ന തെറ്റല്ലേന്ന് ചോദിക്കുക. ഇനി അങ്ങനെ ചെയ്യില്ല കേട്ടോ എന്ന് പറയണം. വീട്ടിൽ പറയാതെ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് സങ്കടമാവില്ലേന്ന് ചോദിക്കുക. അത് ശരിയാ, പക്ഷെ എനിക്ക് ഫ്രണ്ടിനെ കാണാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഫ്രണ്ടിനെ കാണാൻ തോന്നി, എൻ്റെ ഡാഡീനെ കാണാൻ തോന്നി, അതാ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. അങ്ങനൊന്നും പറയല്ലേ, ഇതേ അറിയാലോ, ഇപ്പൊ ഡാഡീനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ വല്ല പ്രശ്നവും അറിയാലോ, കോടതി ഡാഡീനെ വഴക്ക് പറയും. അതൊക്കെ അറിയാം, പക്ഷേ എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല, അതൊന്നും സാരില്ല എന്നും പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാം. ആ സമയത്ത് ആകപ്പാട് തീ പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് രചന. ഇതുവരെ ആയിട്ടും ചിപ്പിമോൾ ഇങ്ങോട്ട് വന്നില്ല. പിന്നീട് രചന നേരെ സെക്യൂരിറ്റിക്കാരൻ്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, അല്ല എപ്പോഴാടോ കാറ് പോയെന്ന് ചോദിക്കുക ചിപ്പിമോളെ കൊണ്ടുവരാനായിട്ട്. കുറച്ച് സമയമായി മാഡം. കുറച്ച് സമയം ചോദിച്ചാൽ സമയമില്ലേ, ഒരു 3 മണിയായി, എന്നിട്ട് എന്താ ഇതുവരെയായിട്ടും വരാത്ത? അറിയത്തില്ല, എന്നിട്ട് താൻ എന്തോടെ പറയാതിരുന്നേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ മാഡം ഞാൻ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പെട്ടെന്ന് രചന എന്ത് ചെയ്യാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക. SI രഘുലാര കോലെടുക്കുന്നത്. അതെ, ഞാൻ രചനയാന്ന് പറയാണ്, ആകാശ്മന്റെ ഭാര്യ. ഓ ലിവിങ് ടുഗദർ, മനസ്സിലായെന്ന് പറയാം. എന്താ കാര്യം? അല്ല മോൾ ഇതിനായിട്ട് സ്കൂളിൽ നിന്ന് പോയിട്ട് വന്നിട്ടില്ല എന്ന് പറയണം. ഓ അതാണ് കാര്യമല്ലേ, അപ്പൊ അവളെന്താ വല്ല മിസ്സിംഗ് ആണോന്ന് ചോദിക്കുക. അറിയില്ല, ഒരുപക്ഷെ അവളുടെ ഡാഡി കൂട്ടിക്കൊണ്ട് പോയെന്ന് അറിയത്തില്ല. എനിക്ക് എന്റെ മോളെ കിട്ടണം, സാറൊന്ന് അന്വേഷിച്ചാൽ കൊള്ളാന്ന് പറയണം. ശരി ശരി, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് SI കോള് കെട്ടിയാണ്. ആ സമയം കുട്ടികളെയും കൊണ്ട് ഇഷിത നേരെ പോന്നേ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോന്നെ. അങ്ങനെ കുട്ടികൾക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞതേ ഇനി ഇങ്ങനെയൊന്നും കാണിക്കരുതെന്ന് പറയാണ്. അതെന്താ? അതെ, ഇങ്ങനെ കാണിച്ചിട്ടുണ്ടേ ഉണ്ടല്ലോ, ഇതേ ഇനിയിപ്പോൾ ആകപ്പാടെ പ്രശ്നമോ, എന്നെ കൂടെ മിക്കറും പോലീസുകാർ പിടിച്ചോണ്ട് പോകും എന്ന് പറയാണ്. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ഫ്രണ്ടിനെ കാണാൻ തോന്നിയതുകൊണ്ടല്ലേ എന്ന് ചോദിക്കും. അത് ശരിയാ, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത്? ഇനി ഇങ്ങനത്തെ അബദ്ധമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല തല്ല് കിട്ടും, അതുകൊണ്ട് നന്നായിട്ട് കഴിച്ച വീട്ടിൽ ചെന്ന് രണ്ടുപേർക്കും തല്ലി മേടിക്കാൻ ഉള്ളതല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടും ചിപ്പിമോള് പറഞ്ഞു, എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അങ്ങോട്ട് പോവണ്ട, എനിക്ക് ആ വീട്ടിലേക്ക് പോകണ്ടെന്ന് പറയാം. അതെങ്ങനെ ശരിയാവും? പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവോ? ഒരിക്കലും ഇല്ല. അതെ, ചിപ്പിമോളുടെ അമ്മയില്ലേ, അതുപോലെ തന്നെ ഇതേ ചക്കിമോൾക്ക് വീട്ടിൽ പോണ്ടേ, ചക്കിമോളുടെ അമ്മയുണ്ട്. ചിപ്പിമോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ ഡാഡീനെ കാണണമെന്ന് പറയാം. ഇത് കേട്ടൻ ചക്കി പറഞ്ഞു, അതെ എൻ്റെ അച്ഛനെ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കും. രണ്ടുപേരെയും കാണിക്കാന്നേ. ചക്കിമോൾക്കാണെങ്കിൽ ചക്കിമോളുടെ അച്ഛനെ കാണാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, ചക്കിമോളുടെ ഡാഡി വലിയ ആളാ കേട്ടോ, ഉറപ്പായിട്ടും ചക്കിമോളുടെ ഡാഡി പുറത്തു വന്ന് കഴിയുമ്പോഴേ ചക്കിമോളെ കാണാനായിട്ട് വരും. പിന്നീട് ചക്കിമോളെ നല്ല സുന്ദരമായിട്ട് നോക്കും, എന്നും ചക്കിമോളുടെ ഒപ്പം ഉണ്ടായിരിക്കും എന്ന് പറയാം. ഇതിൽ പരവും സന്തോഷം ചക്കിക്ക് വേറെ ഇല്ലായിരുന്നു. ചിപ്പി പറഞ്ഞു, പക്ഷേങ്കിൽ എനിക്ക് ആ വീട്ടിലേക്ക് പോകണ്ട, എനിക്ക് ആ അമ്മ വേണ്ട, എനിക്ക് എൻ്റെ ഡാഡി മതി എന്ന് പറയണം. അയ്യോ അങ്ങനെയൊന്നും പറയില്ലെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുക. അങ്ങനെ കുട്ടികളെ ആശ്വസിപ്പിച്ച അവർക്ക് വരുന്ന ഫുഡെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് ഇഷിത പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് SI രഘുലാൽ അങ്ങോട്ട് വരുന്നേ. അവര് രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഓഹോ അപ്പൊ ഇതായിരുന്നു പരിപാടി അല്ലേന്ന് ചോദിക്കുവാണ്. എന്താ രണ്ടുപേരും കൂടെ തട്ടിക്കൊണ്ട് പോയതാണോന്ന് ചോദിക്കും. തട്ടിക്കൊണ്ട് പോയതൊന്നുമല്ല, ഇവരെന്നെ അന്വേഷിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നാന്ന് പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും SI പറഞ്ഞു, എന്തായാലും ഡോക്ടർ എനിക്ക് വിശ്വാസമാണ്, ഡോക്ടർ ഇച്ചിരി സ്മാർട്ടാ അല്ലേന്ന് ചോദിക്കും. ഇച്ചിരി അല്ല, നന്നായിട്ട് ഇച്ചിരി സ്മാർട്ടാ, ഓവർ സ്മാർട്ടാണ് വേണേ പറഞ്ഞോളാം പറയണം. എത്ര ഓവർ സ്മാർട്ടാണെങ്കിലും ഡോക്ടറോട് എനിക്ക് ഇഷ്ടമുണ്ട്. കാരണം എന്താണെന്നറിയോ, മാഷിന്റെ മോളല്ലേ, അത് മാത്രമല്ല
മാഷ് കാരണം എനിക്കിപ്പം നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കുന്നത്. എന്റെ കണ്ണു തുറപ്പിച്ച മാഷ് ഒറ്റ ഒരാളാ. അപ്പൊ ആ മാഷിന്റെ മോൾ എന്തായാലും മോശമാവാൻ വഴിയില്ലോ എന്ന് പറയാണ്. പെട്ടെന്ന് ചോദിച്ചല്ല എന്താ ഇങ്ങോട്ട്, ഐസ്ക്രീം കഴിക്കാൻ വന്നായിരിക്കും അല്ലേന്ന് ഇഷിതി ചോദിക്കണം. അതെ അതെ, ഐസ്ക്രീം കഴിക്കാൻ വന്നതാ. 2 ഐസ്ക്രീം കഴിച്ചിട്ട് അങ്ങോട്ട് പോകാന്ന് വെച്ചു. തണുക്കുന്നതിന് മുമ്പ് കഴിക്കണമല്ലോ എന്നൊക്കെ പറയണം. ഒരു കോമഡി SI ഇറക്കി. പെട്ടെന്ന് ഇഷിതയോട് പറഞ്ഞതേ ഇവരെ കാണാനില്ലെന്നും പറഞ്ഞോണ്ട് ഇതേ ചിപ്പമ്മളുടെ അമ്മ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിസ്സിംഗ് കേസാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഇഷിത പറഞ്ഞു ഞാനിവരെ തട്ടിക്കൊണ്ട് വന്നൊന്നും അല്ല, ഇവരെന്നെ കാണാൻ വേണ്ടി വന്ന. അതെനിക്ക് മനസ്സിലായി. ഡോക്ടർ ഇഷിത ആയതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഇവരെ ഞാൻ അവരുടെ വീട്ടിലേക്ക് കൊണ്ടാക്കാനായിട്ട് ഇറങ്ങിയതാ. ഇനിയിപ്പം നിങ്ങൾ വന്ന സ്ഥിതിക്ക് പോലീസിന് എന്നെ കൊണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോളാൻ പറയാ. ഇത് കേട്ട SI പറഞ്ഞു എനിക്ക് ഇഷിതേനെ വിശ്വാസമാ, ഇഷിത തന്നെ കൊണ്ടേ ആയിക്കോളാൻ പറയാണ്. പിന്നീട് SI ഇങ്ങോട്ട് പോവാ. അതിനുശേഷം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇഷിത അവരുടെ വീട്ടിലേക്ക് ആക്കാനായിട്ട് വരികയാണ്. ആദ്യം ചിപ്പിമോളുടെ വീടിൻ്റെ അവിടെ എത്തി. അപ്പൊ ചിപ്പിമോൾ പറഞ്ഞു ഇതേ ഫ്രണ്ടേ എനിക്ക് അങ്ങോട്ട് പോകാൻ മടിയാ, ഞാൻ അങ്ങോട്ട് പോണില്ല എന്ന് പറയണം. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? ഇതേ അറിയാലോ, ഇനിയിപ്പം പോയില്ലെങ്കിൽ ഡാഡിയുടെ പേര് വീണ്ടും കേസാവും. കോടതി ഡാഡിനെ വഴക്ക് പറയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് മോൾ അവിടെ പോണം കേട്ടോ. മോള് അമ്മയോടെ നിൽക്കണം. കുറച്ച് ദിവസം കഴിയുമ്പോഴേ എല്ലാം ശരിയാവുമെന്ന് പറയണം. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചിപ്പിമോളെ അകത്തേക്ക് ഏറ്റി വിടുവാണ്. പിന്നീട് ചക്കയോട് പറഞ്ഞു ഇനി നമുക്ക് പോയാലെന്ന് പറയാം. അങ്ങനെ അവർ രണ്ടും കൂടെ പോകുന്ന സമയത്ത് ചക്കി പറഞ്ഞു അതെ എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ പറ്റുമെന്ന് ചോദിക്കാം. കാണാൻ പറ്റൂന്നേ, മോളുടെ അച്ഛൻ വലിയ ആളല്ലേ, ഉറപ്പായിട്ട് മോൾക്ക് കാണാൻ പറ്റും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും മോളുടെ അച്ഛൻ എന്താണെങ്കിലും ജൽമോയിസിനാവും. ആ സമയത്ത് കാണാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമുളക്കല്ല ചക്കിമുളക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി. തനിക്ക് തന്റെ അച്ഛനെ കാണാലോ എന്നുള്ളൊരു സന്തോഷം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.